പിണറായി വിജയൻ രാവിലെ ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞു ഇന്ന് രാവിലെ അങ്ങനെയല്ല അതിനെ അടുത്ത ആൾ അറസ്റ്റ് ചെയ്യണം. ഉദ്ഘാടനം ചെയ്യാൻ വന്ന MLA ഒന്നാം പ്രതിയാക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. അത് സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാർത്തയല്ല, കാരണം അതൊരു SFI കാരിയാണ്. പോലീസിന്റെ ആത്മസമയമൊക്കെ നമുക്കറിയാലോ. പട്ടികയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ തലതല്ലി തകർക്കുന്നതാണോ പോലീസിന്റെ സമീപനം? അപ്പൊ പിണറായി സർക്കാരിന്റെ കാലത്ത് SFI കാരിയെ അറസ്റ്റ് ചെയ്താൽ വാർത്തയല്ല, മറിച്ച് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്താൽ അത് വാർത്തയാണ്. ഒരു കുറ്റം ചെയ്യുക അല്ലെങ്കിൽ ഒരു അക്രമം നടത്തുക, അതിന് ആഹ്വാനം നടത്തിയത് ആരാണ്? ഓരോരുത്തരെയും എണ്ണി തിരിച്ചടിക്കുന്ന പോലീസിനെ അവിടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറുവടി എന്തിപ്പോയോ, അടിച്ചോ, തല്ലിയോ, പിച്ചിയോ, മാന്തിയോ, കുത്തിയോ ഒന്നും നമുക്കറിയില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. വിഷയം മറ്റൊന്നുമല്ല, സമരം നടത്തിയതിന്റെ പേരിൽ പോലീസുകാർ പുലർച്ചെ എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി. ഇങ്ങനെയായിരുന്നു ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. എന്താണ് ഫാരിസ് തോന്നുന്നത്? സ്വാഭാവികമായി ഞാനിതിനെ കാണുന്നത് ഒരു സാധാരണ നടപടിക്രമമാണ്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം 4ാം പ്രതിയാണ്. പക്ഷേ 4ാം പ്രതിയാണെങ്കിൽ പോലും അവിടെ 1ാം പ്രതി ആയിട്ടുള്ള ആളുകളുണ്ട്, 2ാം പ്രതികളുണ്ട്, 3ാം പ്രതികളുണ്ട്. അവർക്കൊക്കെ, അതുകൂടാതെ മറ്റു ചില പ്രതികളുണ്ടായിരുന്നു, അവർക്കൊക്കെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ജാമ്യം ലഭിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ജാമ്യം ലഭിക്കുന്നില്ല. ഒരു അറസ്റ്റുമായി തന്നെ പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു. ആഹ്വാനം, അതായത് ഈ അക്രമത്തിന്, സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന അക്രമത്തിന് ആഹ്വാനം നൽകിയതും അതിന് നേതൃത്വം നൽകിയതും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കോടതി റിമാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ 17-ാം തീയതി വീണ്ടും അദ്ദേഹത്തിന്റെ ഈ ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്പീലിൽ ജില്ലാ സെഷൻസ് കോടതി അക്കാര്യം വ്യക്തമാക്കും. അദ്ദേഹത്തിന് ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ളത്. അല്ല, ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ, യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വലിയ ഭീകരവാദിയെ പിടിക്കുന്നത് പോലെയൊക്കെ പുലർച്ചെ വന്ന് വീട് വളയുന്നു, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോകുന്നു, അത് പിന്നീട് വലിച്ചു തള്ളി ഉള്ളിലേക്ക് കയറ്റുന്നു, പോലീസുകാർ വലിച്ചു തള്ളി ഉള്ളിലേക്ക് കയറ്റുന്നു. അത്തരത്തിലൊരു വലിയ സീനൊക്കെ സൃഷ്ടിച്ച് പിടിച്ചുകൊണ്ട് പോകാൻ കേരളത്തിലെ വലിയ കൊടും കുറ്റവാളിയായ വ്യക്തിയൊന്നുമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം. അങ്ങനെ അതൊക്കെ അവർ തിരിച്ചുള്ള ആരോപണമല്ലേ? എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നടന്നതെന്ന്? രാഹുൽ മാങ്കൂട്ടം ആകെ ഒരു ജീപ്പ് പോലീസ് എന്ന് പറഞ്ഞാൽ ആ ജീപ്പിനകത്ത് എന്ത് ഒരു വാഹനം ഓടിക്കുന്ന ഒരു പോലീസുകാരൻ, ഒരു SI, അതോടൊപ്പം ബാക്കിൽ 2 പോലീസുകാർ, 4 പോലീസുകാരാണ് അവിടെ ചെന്നിട്ടുള്ളത്. ഈ വീട് വളഞ്ഞു എന്നൊക്കെ പറയാൻ നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണല്ലോ. അദ്ദേഹം സമാധാനപരമായി ഫോണും ഉപയോഗിച്ചുകൊണ്ടാണ് നടന്ന് കയറി ഈ സ്റ്റേഷനിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ്, മാധ്യമങ്ങളുടെ കൂടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിലുള്ള രീതിയിൽ പ്രതികരണങ്ങൾ തുടങ്ങുന്നു. സ്വാഭാവികമായും പോലീസ് കുറെ നേരം ഒന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല, കാരണം അദ്ദേഹം കുറെ നേരം നല്ലല്ലോ, അദ്ദേഹം ഒരു നിമിഷം പോലും കൃത്യമായി തന്റെ കാര്യം കൃത്യമായി പറയാൻ അനുവദിക്കുന്നില്ല. അതായത് ഇതുപോലെ അവിടേക്കാണ് ഞാൻ വരുന്നത്. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ മാധ്യമങ്ങൾ വട്ടം കൂടി നിന്നപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നു, ഞാൻ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മാത്രമേ പോകുള്ളൂ എന്ന് പറയുമ്പോൾ BJPക്കെതിരെ ഒരു ശബ്ദമുയർത്തുവാൻ അന്ന് കഴിയാത്ത ഒരു പോലീസ് അന്ന് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വലിച്ചു തള്ളിക്കയറ്റുന്നു. അദ്ദേഹം ഒന്നും മിണ്ടാൻ പോലും കഴിയാത്ത അതവിടെ നിൽക്കട്ടെ. ഇവിടെ തന്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, നിയമപരമായി ഇതിന് ചില നടപടികളുണ്ട്, ചില രീതികളുണ്ട്. പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയാണ് പിണറായി വിജയൻ രാവിലെ ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞു ഇന്ന് രാഹുൽ അങ്ങനെയല്ല അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ അടക്കമുള്ളവ, വയോധികരായിട്ടുള്ള സ്ത്രീകളെ പിച്ചുചട്ടിയുടെ തെരുവിലിറക്കുക, കർഷകർക്ക് വലിയ ദുരിതമുണ്ടാക്കുക, അത്തരത്തിലുള്ള എല്ലാ കെട്ടുമാറാപ്പുകളെയും മൂടിക്കെട്ടുവാനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു പിണറായി വിജയന്റേത്. അതിന് മാധ്യമങ്ങളടക്കം കൂടെ തുള്ളുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇനിയിപ്പോൾ തിരിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. തൃശ്ശൂർ IIT സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് തത്സമയം സംപ്രേഷണം ചെയ്തില്ല? അതാണ് ഞാൻ പറയുന്നത്. അത് സാന്ദ്ര ബോസിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാർത്തയല്ല, കാരണം അതൊരു SFI കാരിയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് SFI കാരിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വനിതാ നേതാവാണ്, പ്രവർത്തകയാണ്.
അപ്പൊ പിണറായി സർക്കാരിന്റെ കാലത്ത് SFI-കാരിയെ അറസ്റ്റ് ചെയ്താൽ വാർത്തയല്ല, മറിച്ച് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്താൽ വാർത്തയാക്കുക. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. 14 ദിവസമാണ് ആ പെൺകുട്ടി ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നിട്ട് അവരുടെ അമ്മയാണ് അവർ സ്വീകരിച്ചത്. ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അതായത് ഒരു രാഷ്ട്രീയ ആവശ്യം വരുമ്പോൾ വലിയൊരു കെട്ടുപാടിൽ വലിയൊരു തട്ട് ഏറ്റ് പ്രതിപക്ഷ ക്ഷമിക്കണം വലിയൊരു തട്ടേറ്റുകൊണ്ട് സർക്കാർ നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയപരമായ ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് അത് വലിയ പെരുപ്പിച്ച് കാണിച്ച് മാധ്യമങ്ങളുടെ സ്വാധീനത്തോടുകൂടി ശ്രദ്ധ തിരുത്തുന്നു. ഇവിടെ SFIയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് കൃത്യമായി കവർ ചെയ്തില്ല? അത് ചോദ്യമാണ്. അത് എനിക്കും കൂടി ചോദിക്കാനുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് അത് കവർ ചെയ്തില്ല? ഞാൻ തിരിച്ചു പറഞ്ഞതാണ്. അത്തരത്തിൽ അനന്ത നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ കൊണ്ടു നടക്കുന്നത് അത് ഉചിതമല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. നേരത്തെയും ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ സംസ്ഥാനത്ത്. എന്തെല്ലാം ആവശ്യങ്ങൾ MLA-മാരെ വരെ വലിച്ചടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ അതൊരു പുതിയ കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലാകുമ്പോൾ അതൊരു പുതിയ കാര്യവും മറ്റുള്ളവർ നടത്തുമ്പോൾ ഇപ്പൊ മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർ അവരുടെ ചില അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പഴയകാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങൾ. അന്ന് LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് പോലും മുഹമ്മദ് റിയാസ് ജയിലിലായിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്ന് രണ്ട് വിഷയം. അത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് മാധ്യമത്തിൻ്റെ അറ്റൻഷൻ തിരുത്തി വെക്കാൻ മാറ്റിവെക്കുവാൻ ദിശ തെറ്റിച്ച് വിടുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ കാണിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ കാണിച്ച ഒരു തന്ത്രമാണിതെന്നാണ് എൻ്റെ ഒന്നാമത്തെ വാദം. 2, ചില നിയമ നടപടിക്രമങ്ങളുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള രീതികളുണ്ട്. അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. അധികാരത്തെ ദുർവിനിയോഗം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതായത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ, കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ കൊടുക്കേണ്ട 41A എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് ഇവിടെ നൽകിയിട്ടില്ല. അതൊന്നാമത്തെ വിഷയം. അത് അടൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇവിടെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ആ നോട്ടീസ് കൊടുക്കുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ 333 333, അതായത് മറ്റൊരു വ്യക്തിയെ ബോധപൂർവം ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാരകായുധങ്ങളുമായി പാഞ്ഞെടുക്കുകയോ അദ്ദേഹത്തെ ആക്രമിക്കുകയോ ചെയ്യുന്നതാണ് ആ സെക്ഷൻ. ഇനി പറയട്ടെ, അതായത് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കുറ്റം. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്പോ കോലോ കുറുവടിയോ ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ ആരെങ്കിലും ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ടോ? 2, MLA ഉദ്ഘാടനം ചെയ്യാൻ വന്ന MLA ഒന്നാം പ്രതിയാക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത്തരത്തിൽ ഭരണത്തെ കൃത്യമായി ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അതിനെ വേറെ തരത്തിലേക്ക് ചലിപ്പിച്ച് വിട്ട് തങ്ങളുടെ മേലുള്ള എല്ലാ കരികളെയും തങ്ങളുടെ മേലുള്ള എല്ലാ അഴുക്കുകളെയും മാറ്റി നിർത്തുവാൻ കഴുകിക്കളയുവാൻ ശ്രമിക്കുന്ന ഒരു നയമല്ലേ ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ചോദ്യങ്ങൾ. അടുത്ത കാര്യം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറുവടി എന്തിപ്പോയോ അടിച്ചോ തല്ലിയോ പിച്ചിയോ മാന്തിയോ കുത്തിയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ അവിടെ നടന്ന ദൃശ്യങ്ങൾ എന്തായാലും ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയെ കാണിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ സ്ത്രീകളെ അടക്കം പോലീസിന് മുമ്പിൽ നിർത്തി ആയുധമാക്കിക്കൊണ്ടായിരുന്നു പോലീസിന് നേരെയുള്ള ആക്രമണം. അന്ന് നമ്മൾ ഈ സംഭവം നടക്കുമ്പോൾ ആക്രമിച്ചു പോലീസാണ് സ്ത്രീകളെ. കേൾക്കൂ, പോലീസ് ഒരിക്കലും സ്ത്രീകളെ ആക്രമിച്ചിട്ടില്ല. വീഡിയോകളിൽ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അത് ആദ്യം, അതായത് എത്ര നേരമാണ് ഇവർ സംയമനം പാലിച്ചത് അവിടെ നിന്നത്? പോലീസ് എത്ര തവണ നിന്നു? ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് സ്വന്തം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ലാത്തി വാങ്ങിയിട്ട് തിരിച്ച് അയാളെ മുഖത്ത് കുത്തി ചോര വരുന്ന രംഗം പോലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് കാരണം അന്ന് നവകേരള സദസ്സ് ജില്ലയിൽ പ്രവേശിച്ച ദിവസമാണ്. സ്വാഭാവികമായി തന്നെ പോലീസ് അത്രത്തോളം ആത്മസംയമനം പാലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസിന്റെ ആത്മസംയമനമൊക്കെ നമുക്കറിയാലോ. പട്ടികയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ തലതല്ലി തകർക്കുന്നതാണോ പോലീസിന്റെ സമീപനം? SFI പ്രവർത്തകർ പൂച്ചട്ടി വെച്ച് തല്ലി തകർക്കുമ്പോൾ കൂട്ടുനിൽക്കുന്നതാണോ പോലീസ്? പോലീസിനെ അടിക്കുന്നില്ലേ? KS-കാരി പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലം തല്ലി തകർത്തതും ഇതേ പോലീസുകാരായിരുന്നു. കേക്കൂ, അതൊക്കെ ഒരു നമുക്ക് തിരിച്ചു വാദം പറയാമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് വരൂ. അതായത് ഇത് ചെയ്യുന്നത് ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചല്ലോ. താങ്കൾ നിയമ വിദ്യാർത്ഥി കൂടിയാണ്. ഞാൻ പറയുന്നു, ഒരു കുറ്റം ചെയ്യുക അല്ലെങ്കിൽ ഒരു അക്രമം നടത്തുക, അതിന് ആഹ്വാനം നടത്തിയത് ആരാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ VD സതീശൻ അടക്കമുള്ള യോഗത്തിൽ അടിച്ചാൽ തിരിച്ചടിക്കും, ഞങ്ങളിനി ഓരോരുത്തരെയും എണ്ണി തിരിച്ചടിക്കുന്ന പോലീസിനെ അവിടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവർക്ക് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്, ലൈസൻസ് കൊടുക്കുകയാണ്, നിങ്ങൾ അടിച്ചോളൂ, പാർട്ടി കൂടെ ഉണ്ടെന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. സ്വാഭാവികമായും ഈ കേസിൽ അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ. അതെ, ഉണ്ട്.
സ്വാഭാവികമായി അതിനെ ലീഡ് ചെയ്തത് അദ്ദേഹമാണല്ലോ. അതെ. അപ്പോൾ 4-ാം പ്രതി ആയെന്നേ ഉള്ളൂ. അതെ, 4-ാം പ്രതിയാണ്. പക്ഷെ ഈ സമയത്തൊക്കെ അദ്ദേഹം അവിടെ ഉണ്ട്, ഇതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്, പല തവണ പോലീസുമായി തട്ടിക്കയറുന്ന ദൃശ്യങ്ങളടക്കമുണ്ട്. ഇതെല്ലാം ആധാരമാക്കിയത് കൊണ്ടാണല്ലോ കോടതി ഇതൊന്നും അറിയാതെ അല്ലല്ലോ ചെയ്യുന്നത്. എന്തെല്ലാം വാദമുഖങ്ങൾ ഉന്നയിച്ചു, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന കാര്യം ഉന്നയിച്ചു. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഈ സംഭവവുമായി യാതൊരു ബന്ധമില്ലെന്ന് അറിയിച്ചു. പക്ഷേ കോടതിക്ക് അത് ബോധ്യമാവില്ല. കോടതി എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്? കോടതി പറയുന്നു അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് അടിച്ചവരുടെ പുറത്തല്ലേ, അടിച്ചവർക്ക് ജാമ്യം കിട്ടിയില്ലേ? ഈ അടിയും ബഹളം ഉണ്ടാക്കിയവന്മാർക്ക് ജാമ്യം കിട്ടിയില്ലേ? എന്തുകൊണ്ട് ആഹ്വാനം ചെയ്ത ആളെ അവിടെ പിടിച്ചു വെച്ചു? അത് കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടല്ലേ? അല്ല, പറയട്ടെ, അത് സ്വാഭാവികമായിട്ടും ഒരു സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇവിടുത്തെ വിഷയം കോടതിയിൽ ഹാജരാക്കി എന്തുകൊണ്ട് കോടതി എന്താണ് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ ആ ഹർജി സ്വീകരിച്ചില്ല, അദ്ദേഹത്തെ തള്ളി കോടതിയിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. സാധാരണ നടപടിക്രമം 14 ദിവസം. അതായത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ വി.ഡി. സതീശൻ എന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് വ്യക്തമായി പറയുകയും ചെയ്തു. BP ചെക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് വൈദ്യപരിശോധനയ്ക്ക് അവിടെ എത്തിക്കുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷം അവിടുത്തെ റീജിയണൽ മെഡിക്കൽ ഓഫീസർ, അതായത് RMOയുടെ സഹായത്തോടു കൂടി BP-യിൽ വേരിയേഷൻ വരാത്ത രീതിയിൽ അത് ഓക്കെ ആണെന്ന തരത്തിലേക്കുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ സമർപ്പിച്ച ന്യൂറോ സർട്ടിഫിക്കറ്റ്, അതായത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്ന തരത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന തരത്തിലേക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ പറയുന്നു. അപ്പം ഈ പറയുന്ന രീതികളെല്ലാം തങ്ങളുടെ അധികാര കേന്ദ്രത്തിന്റെ ശക്തിയോടുകൂടി മാറ്റിമറിക്കുകയും അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഡിസ്ചാർജ് ആയി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് ആരോഗ്യം ഗുരുതരമായ, അതായത് അദ്ദേഹത്തിന് റെസ്റ്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഈ സംഭവം നടന്നതിന് തൊട്ട് ദിവസങ്ങളിലൊക്കെ അദ്ദേഹം സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, കലോത്സവ വേദിയിൽ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. കേട്ടിട്ട് അഭിമർക്കിയുടെ പാട്ട് കേട്ടിരുന്നോ? ായിരുന്നല്ലോ. അപ്പോ അന്നില്ലാത്ത ആരോഗ്യ പ്രശ്നം ഇന്നെന്താണ്? അന്ന് അറസ്റ്റ് ചെയ്യാത്ത പോലീസ് എന്തിനാണ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നത്? അതാണ് അടുത്ത ചോദ്യം. അന്നൊന്നും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് സാധിക്കില്ല. അന്ന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സർക്കാർ? പോലീസിന് ബുദ്ധിയുള്ളതുകൊണ്ട്. കാരണം അത്രയും ഒരു പ്രവർത്തകരുള്ള ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക? അത് ശരിയാ, അത്രയും പ്രവർത്തകരുള്ള DYFI പ്രവർത്തകരുടെ ആർഷോ മോനെ ഞാൻ പറയുന്നത് കേക്ക്, എന്റെ കൂടെ വാ, മോള് കരയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കിയ പോലീസാണ്. ആർഷോനോട് എന്താ, ആർഷോ ഞാൻ പറയുന്നത് കേക്ക്, ആർഷോ എന്റെ കൂടെ വാ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മോള് കരയില്ലെന്ന് പറയുന്നത്, മോള് കരയല്ലേ, ഒരു പെൺകുട്ടി എടി കരയില്ലേ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഒരു KSUക്കാരിയെ പെൺകുട്ടിയുടെ മൂക്കിലല്ലേ തകർത്തതോ? കുട്ടികളല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാർത്ഥികളാണ്, പെൺകുട്ടികളാണ്. വനിതാ പോലീസുകാരെന്ന് പറയുമ്പോൾ അങ്ങനെ ചില സംഭവങ്ങൾ വായോ കരയല്ലേ എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ ആർഷോനെ പാലും കുപ്പി കൊടുത്തു, ആർഷോയെ അങ്ങനെ ഗുണവാവയാക്കി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അപ്പോഴത്തെ ഒരു സാഹചര്യം ആയിരിക്കും. അവർക്ക് സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ചില പരിമിതികളുണ്ട്. പക്ഷേ സംയമനം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മൈലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു. അത് സർക്കാർ തന്നെ PR ഏജൻസി ഏൽപ്പിച്ച പോലെ ആയിപ്പോയി. അറസ്റ്റ് എന്നല്ല, പക്ഷെ നടപടിക്രമങ്ങളിലൊന്നും യാതൊരു മാറ്റമൊന്നുമില്ല. നാളെ ആര് തന്നെയായാലും നിയമമാണ്, നിയമത്തിന്റെ കാരണം ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഇതൊന്നും നടക്കാത്ത സംഭവമൊന്നുമില്ല. നമുക്കറിയാലോ, ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കക്കയും ക്യാമ്പും ഉരുട്ടിക്കൊല്ലലും ഇതൊക്കെ നടന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ അടുത്ത്. പക്ഷെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരാളെ മാത്രം വേട്ടയാടുന്നു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അതിൽ ചില നടപടിക്രമങ്ങൾ സാധാരണ രാഷ്ട്രീയ മര്യാദ എന്ന് പറയാറുണ്ട്. കാരണം ഇത്തരം സമരങ്ങളൊക്കെ നടത്തുമ്പോൾ പരമാവധി നേതാക്കന്മാരെ ചിലപ്പം കേസിൽ പ്രതിയാക്കാറില്ല, പാവം പ്രവർത്തകരാണ് അകത്ത് എടുക്കാറ്. പക്ഷെ അത് ഇനി വേണ്ടാന്നുള്ള തീരുമാനമാണെങ്കിൽ ഞാൻ പറയുന്നു, കാലം മാറും, ഭരണം മാറും, അപ്പോ തിരിച്ചും കിട്ടും. കാരണം ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ AIDMK ഭരിക്കുന്ന സമയം DMK-യിലെ കരുണാനിധിനെയൊക്കെ വീട്ടിൽ ചെന്ന് രാത്രി ഉണിയോടുകൂടി എടുത്തുകൊണ്ട് കൊണ്ടുപോയ ചരിത്രമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതാണ്. അത് തുടരുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. പറഞ്ഞു നിർത്തട്ടെ.